ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ മക്രോണിയാണ്. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മക്രോണി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ മക്രോണി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ 4-5 മിനിറ്റ് ആവശ്യമുള്ളൂ. അങ്ങനെ 4-5 മിനിറ്റിന് ശേഷം ഈ മക്രോണി നിന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി. ഇവിടെ മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്പൂണ് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് മക്രോണിക്കുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, 2 വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമായ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. ഇനി വേണ്ടവർക്ക് ചിക്കൻ വേവിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മക്രോണിക്കുള്ള മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ ചായൻ്റെ കൂടെ നമുക്കിത് കൂട്ടാം.